മലയാളത്തിന്റെ എം.ഡിക്ക് ഇന്ന് 91 വയസ്സാവുകയാണ്. കാലം എം.ഡിയുടെ തന്നെ പ്രശസ്തമായ കഥയാണ്. എം.ഡിയുടെ ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്ന നിരവധി കഥാസന്ദർഭങ്ങൾ ആ കഥകളിൽ തന്നെ കടന്നു വരുന്നുമുണ്ട്. ഈ ഒരു റിപ്പോർട്ട് കൂടി കണ്ടുകൊണ്ട് ഈ ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്. ഇനിയും ന്യൂസ് ആഫ്റ്റർനൂണിൽ ആതിര നായർ ചേരും. നമസ്കാരം. ഇന്ന് ജൂലൈ 15 കാനേഷുമാരി കണക്കിൽ എം.ടിക്ക് 91 പിറന്നാളാണ്. പക്ഷേ മാടത്ത് തെക്കേപ്പാട്ടു വാസുവിന് ശരിക്കു പിറന്നാൾ കർക്കിടകത്തിലെ ഉത്രട്ടാതിയാണ്. ആ നാൾ ഇത്തവണ വരുന്നത് ജൂലൈ 25 ശനിയാഴ്ചയും. പിറന്നാളിന്റെ ഓർമ്മ എന്ന കഥയിൽ ഒരു കുട്ടി കടന്നുവരുന്നുണ്ട്. മകന്റെ പിറന്നാളിന് ഇടങ്ങഴി അരി കൂടുതൽ ചോദിച്ചതിന് കാരണവരുടെ തല്ലുകൊണ്ട അമ്മയുടെ കഥയാണത്. അത് സ്വന്തം കഥയാണോ എന്ന ചോദ്യത്തിന് മൗനം കൊണ്ടായിരുന്നു എം.ടിയുടെ മറുപടികൾ. ഒരു പന്തീരാണ്ടിനു ശേഷം ഓർത്തുപോകുന്ന ലീലയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ഒരു കഥയുണ്ട്, നിന്റെ ഓർമ്മയ്ക്ക് എന്ന പേരിൽ. ആ ലീല കഥ വിവരിക്കുന്നയാളുടെ സഹോദരിയാണ്. സിലോണിൽ നിന്ന് വല്ലപ്പോഴും മാത്രം വരുന്ന അച്ഛൻ ഒരിക്കൽ ഒപ്പം കൂട്ടിയതാണ് ലീലയെ. പതിനേഴാം വയസ്സിൽ ചിത്ര കേരളത്തിൽ അടിച്ചു വന്നതാണ് ആദ്യ കഥ, വിഷുക്കൈനീട്ടം. കൈനീട്ടങ്ങൾ കിട്ടാതിരുന്ന കൗമാരക്കാരൻ മലയാളത്തിന് നൽകിയ ആദ്യ വിഷുക്കേട്ടമായിരുന്നു അത്. ജ്ഞാനപീഠം നേടിയ ആളോട് പിന്നീട് ജ്ഞാനപീഠം നേടിയ ആൾ ചോദിച്ച ആ ചോദ്യം തന്നെയാണ് നവതി ദിനത്തിൽ കേരളവും ചോദിക്കുന്നത്. ഒരുപാടുണ്ട്. എഴുതാൻ ബാക്കിയുള്ള കൃതികൾ മനസ്സിൽ ആഗ്രഹത്തിന് അതുണ്ടോ, ഒരുപാട് എഴുതാനുണ്ട്. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.